കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഓഡിയോ കോള്, അതുപോലെ തന്നെ വാട്സപ്പ് കോള് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇലക്ട്രോണിക് എവിഡൻസുകളായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ശേഖരിച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടായിട്ടുള്ള മെൻ്റൽ ക്രൂവാലിറ്റി അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുവാനായിട്ടുള്ള എവിഡൻസുകളായിട്ട് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെയും കോടതി തെളിവായിട്ട് സ്വീകരിക്കുമോ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറയാം ഇലക്ട്രോണിക് എവിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കോടതികളിലേക്കും തെളിവായി സ്വീകരിക്കും എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വാട്സപ്പ് ചാറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 65B പ്രകാരം സർട്ടിഫൈഡ് ചെയ്യുകയാണെങ്കിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കണ്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള വഴക്കുകൾ, ക്വാറൽസ്, ഇതെല്ലാം കോടതിയിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. 2022 നമ്മുടെ സംസ്ഥാനത്തെ അപ്പെക്സ് കോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിധി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള എവിഡൻസുകൾ ഒരു കാരണവശാലും തെളിവായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കില്ല. ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം തെളിവായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഭാര്യ ഭർത്താവാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ തീയതി മുതൽ അവർ എന്നാണോ ഭാര്യ ഭർത്താവ് ആകാതെയാകുന്നത് ആ ഒരു കാലഘട്ടം വരെ അവർക്കിടയിൽ നടന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ ഒരു കാരണവശാലും മൂന്നാമത് ഒരു ആളിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ അത് പെർമിറ്റ് ചെയ്യില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതൊരു കോൺഫിഡൻഷ്യൽ മാറ്ററായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും അതിലുള്ള കാര്യങ്ങൾ മൂന്നാമത് ഒരു ആളിലേക്ക് ഈ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ രണ്ടാളുടെയും സമ്മതമില്ലാതെ പുറത്ത് പോകാനോ അല്ലെങ്കിൽ പബ്ലിക് ആക്കുവാനോ പാടില്ല എന്നാണ് നമ്മുടെ റൂള് പറയണത് എന്നാണ് നമുക്ക് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വിധി നമ്മുടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.